നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നിട്ട് സൂര്യയോടൊപ്പം കൊതി തീരുവോളം ജീവിക്കണമെന്ന്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പിറക്കണം. കാര്യം എന്താണെന്നറിയോ മുത്തശ്ശിക്ക്? എന്താ? എന്റെ ജീവിതത്തിൽ ഇനി സിനിമ എന്നൊരു ആഗ്രഹം ഇല്ല. വരുൺ ഇഷ്ടപ്പെട്ടൊരു ഭാര്യയാവാന്നല്ലാതെ വേറെ ലക്ഷ്യവുമില്ല. അവളുടെ മനസ്സിൽ ഒരു പക്ക ക്രിമിനൽ ഒളിച്ചിരിപ്പുണ്ട്. സ്നേഹം കാണിച്ചാലും ദേഷ്യം കാണിച്ചാലും സൂക്ഷിക്കണം. അത്രയ്ക്ക് അപകടകാരിയാ. നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇനി നിന്നോടുള്ള അവളുടെ പെരുമാറ്റവും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് അറിയൂ? നിന്നിൽ നിന്ന് അവക്കൊരു കുഞ്ഞു വേണം. കണിമംഗലത്തിന്റെ സർവ്വ സമ്പത്തിനും അവകാശിയായിട്ട്. അത് നേടിയെടുക്കാനുള്ള അടവാ. അതിനുവേണ്ടി കുഞ്ചുകുഴയം വന്നാലേ അടിച്ചു കൊല്ലി ഞാൻ അവളെ. ബുദ്ധിയില്ലായ്മ പറയരുത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. പരമേശ്വരനോ പത്മിനിക്കോ അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ അവളെ തടയാൻ ശ്രമിക്കുന്നത് അപകടം. എന്ന് കരുതി ഞാനത് സഹിക്കണോ? ആര് പറഞ്ഞത് സഹിക്കാൻ? അവള് നിന്നെ വീഴ്ത്താനുള്ള തന്ത്രം കാണിക്കുമ്പോ അതിനേക്കാൾ മികച്ച തന്ത്രത്തിൽ അത് നേരിടണം. അവള് നിന്നെ കളിപ്പിക്കുകയാണെന്ന് അവക്ക് തോന്നിക്കോട്ടെ. അതിന്റെ ഒടുവില് കളിപ്പീര് പറ്റുന്നത് അവക്കായിരിക്കണം. അത് കൊള്ളാം. ഇത് എവിടുന്ന് കിട്ടുന്ന ഇതൊക്കെ ഈ വയസ്സം തലയിൽ? ഇനി എന്തായാലും ഞാനത് ഏറ്റു. അതെ, നീ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യമുണ്ടല്ലോ, അത് നടത്തി കിട്ടണമെങ്കില് ഒരുപാട് കല്ലും മുള്ളും ഒക്കെ ചവിട്ടേണ്ടി വരും. അതിന് മനസ്സുണ്ടെങ്കിലേ തുനിഞ്ഞിറങ്ങാൻ പാടുള്ളൂ. എന്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കാനാണെങ്കിൽ ഒരു കല്ലും മുള്ളും എനിക്ക് പ്രശ്നമല്ല. മുത്തശ്ശി നോക്കിയോ, പ്രിയങ്കയുടെ മുമ്പില് എന്തൊക്കെയാണ് ഞാൻ ഒരുക്കാൻ പോകുന്ന തന്ത്രങ്ങളെന്ന്. ഇന്നലെ അമ്മ എപ്പോഴാ കിടന്നത്? നിങ്ങള് പോയില്ലേ? അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാനും പോയി കിടന്നു. അമ്മ എന്താ വരുണിനോട് പറഞ്ഞത്? അവനെന്താ പറഞ്ഞേ? എന്റെ പത്മിനി, നീ ഇപ്പോഴും അത് തലയിലിട്ടുകൊണ്ട് നടക്കുകയാണോ? പിള്ളേരുടെ കാര്യം ഇങ്ങനെയൊക്കെയാ. അവര് പെട്ടെന്ന് അതൊക്കെ മറക്കൂ. രാധിക മോൾ അകത്തുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കാര്യവും ചോദിക്കേണ്ടി വരില്ല. കൃത്യസമയത്ത് എത്തിക്കോളൂ. എന്താ വേണ്ടെന്ന് വെച്ചാൽ. എന്താ മോളെ? എനിക്ക് എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ട്. പിന്നെന്താ, പറഞ്ഞോളൂ. പറയുമോളെ. സൂര്യയുടെ കാര്യം. സൂര്യയുടെ കാര്യത്തിലും എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ സൂര്യയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. സൂര്യയുടെ അവസ്ഥ നോക്കാതെ ചില നേരത്തെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞ് സൂര്യ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മോളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോഴൊക്കെ എന്നോട് തർക്കിക്കായിരുന്നില്ലേ? അതെ മുത്തശ്ശി, അതാ ഞാൻ പറഞ്ഞത് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന്. എനിക്കതിനൊക്കെ പ്രാശ്ചിത്തം ചെയ്തേ പറ്റൂ. പ്രായശ്ചിത്തോ? നമ്മുടെ ബന്ധുക്കൾ ഒരുപാട് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ലേ ഈ അവസ്ഥയിൽ സൂര്യ ഉപേക്ഷിച്ച് ഞാൻ പോയി കളയുമെന്ന്. അങ്ങനെ ഞാൻ പോകാതിരുന്നത് ഉള്ളിന്റെ ഉള്ളില് സൂര്യയോടുള്ള സ്നേഹം കൊണ്ടാ. എനിക്ക് ഈ ജന്മത്തില് സൂര്യ അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. അച്ഛാ, ഞാൻ പറയുന്നൊരു കാര്യം അച്ഛൻ അനുവദിച്ചു തരണം. കാര്യം എന്താന്ന് പറയൂ കുട്ടി. കഴിഞ്ഞ ദിവസം ഊണ് കഴിക്കുമ്പോ സൂര്യയുടെ ചികിത്സയുടെ കാര്യം സംസാരിച്ചില്ലേ? അപ്പോ രാധിക പറഞ്ഞല്ലോ, രാധികയുടെ അച്ഛന്റെ പരിചയത്തില് ഏതൊരു വൈദ്യനുണ്ടെന്ന്, അദ്ദേഹം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ. അദ്ദേഹത്തെ നമുക്കൊന്ന് വിളിച്ചാലോ? സൂര്യയുടെ ചികിത്സ ഏറ്റെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ചോദിച്ചാലോ? മോള് കാര്യമായിട്ടാണോ ഈ പറയുന്നത്? അതെ അമ്മേ, എന്റെ വലിയ ആഗ്രഹം സൂര്യ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന്. എന്നിട്ട് സൂര്യയോടൊപ്പം പൊതി തീരുവോളം ജീവിക്കണമെന്ന്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പിറക്കണം. ചികിത്സയുടെ കാര്യത്തിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അതിന്റെ പേരിൽ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഒന്നും നേർവഴിക്ക് നടന്നില്ലെങ്കിൽ പിന്നെ നിരാശപ്പെടേണ്ടി വരില്ലേ? എനിക്ക് എന്തോ ഒരു വിശ്വാസം തോന്നുന്നുണ്ട് അച്ഛാ. സൂര്യ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മോളെ രാധികെ, നീ അച്ഛനെ വിളിച്ച് ചോദിക്കേ. അതിനെന്താ അമ്മ, ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ചോളാം. എത്രയും പെട്ടെന്ന് വൈദ്യനെ വരുത്താനുള്ള ഏർപ്പാടും ഉണ്ടാക്കാം. തീരുമാനം എന്തായാലും നന്നായി. അച്ഛാ, സൂര്യ ചിലപ്പോ താല്പര്യക്കുറവ് കാണിച്ചെന്നിരിക്കും. അത് ഞാൻ പറഞ്ഞോളാം. മോളെ കൽപ്പന, മരുന്നുകൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാവണമെന്നില്ല. മനസ്സറിഞ്ഞ് ഭഗവാനോടുള്ള പ്രാർത്ഥന ഉണ്ടാവണം. നിന്റെ ആ പ്രാർത്ഥനയാവും എന്റെ മോനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മേ. എത്ര വലിയ വ്രതം വേണമെങ്കിലും എടുത്തോളാം. എനിക്കെന്റെ സൂര്യ തിരിച്ചു വേണം. പത്മിനി, ഇതൊരു വല്ലാത്ത മാറ്റമാണല്ലോ. പിന്നല്ലാതെ ഈശ്വരൻ തോന്നിപ്പിച്ചതാവും കൽപ്പനയ്ക്ക്. അതെ അതെ, ഈശ്വരൻ തോന്നിപ്പിച്ചത് തന്നെ അല്ലേ രാധിക മോളെ? അതെ അതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.